പരിസ്ഥിതിക്കും ഉപഭോക്താവിനും ഏറ്റവും ഗുണകരമായ രീതിയിലുള്ള നിരന്തര മാറ്റങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾക്ക് വലിയ വാഹനങ്ങളിലും മറ്റും പവർ ഷെയറിങ്ങും മറ്റും ഉണ്ടായിരുന്നില്ല. ഡ്രൈവർമാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവരെല്ലാം വാഹനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കാറുകളിലുള്ള പോലെ സൗകര്യങ്ങളെല്ലാം തന്നെ ലോറികളിലും എത്തിച്ചേർന്നിരിക്കുന്നു. പവർ ഷെയറിങ്, പവർ ബ്രേക്ക്, പവർ ക്ലച്ച്, വിവിധതരം സെൻസറുകൾ, അതേപോലെ തന്നെ AC ഇല്ലാത്ത ഒരു ലോറിനെ പറ്റി ചിന്തിക്കാൻ പോലും ഡ്രൈവർമാർക്ക് പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ഗുണകരമായ കാര്യങ്ങളും ജനങ്ങൾക്കും ഡ്രൈവർമാർക്കും ഗുണമാണെങ്കിൽ അവരത് സ്വീകരിക്കും. പക്ഷെ ഒരു മാറ്റത്തിനും തയ്യാറാവാത്ത ഒരേ ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് മേഖല. പ്രത്യേകിച്ചും അവിടെ ഹെവി വാഹനങ്ങൾ പണിയുന്ന ആശാന്മാരൊക്കെ എല്ലാവരും ഒന്നുമില്ല, 95% പണ്ടത്തെ പരമ്പരാഗതമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുമ്പ് എന്നോട് ജിൻസൺ ആശാൻ പറയണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് ഗിയർ ബോക്സ് ജാക്കി ഉപയോഗിക്കാൻ പറ്റില്ല, കയറിട്ട് വലിക്കണേ നല്ല ഗുണം ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഈ കണ്ണും ചെവിയും ശരീരവും കൈയും കാലും നട്ടലും ഒക്കെ ഈ പണി പഠിക്കുന്നതിനോട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ചാവുന്നത് വരെ പൂർണ്ണ ആരോഗ്യത്തോട് നമ്മളോടൊപ്പം വേണം. അതല്ലാതെ നമുക്ക് നമ്മുടെ ആരോഗ്യവും സാമ്പത്തികവും എല്ലാം നശിപ്പിച്ചുകൊണ്ട് കസ്റ്റമർമാർക്ക് ഓരോന്നും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനാവാത്ത ഒരു അനാരോഗ്യമായ അവസ്ഥ നമുക്ക് ഉണ്ടായാൽ ഇവരാരും നമ്മളെ തിരിഞ്ഞു പോലും നോക്കില്ല. നിങ്ങളുടെ നടു പോയി കഴിഞ്ഞാൽ കസ്റ്റമർക്കൊന്നുമില്ല, അവൻ നടു നല്ല രീതിയിലുള്ള ഒരു അച്ഛനെ തേടി പോകും. അപ്പം നമ്മളും സമൂഹത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് തയ്യാറാവണം. നല്ല രീതിയിൽ പണി കൊടുക്കുക, ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുക, അതിനനുസരിച്ചുള്ള കാശ് കസ്റ്റമറിൽ നിന്ന് വരിക. കാരണം നമുക്ക് നാളെ ഒരു തട്ടക്കേട് ഉണ്ടായാൽ ഒരാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഈ പറയുന്ന ഞാൻ പോലും കാണില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ ജീവിതമാണ് വലുത്. കേൾക്കുമ്പോൾ അത്ര സുഖമൊന്നുമില്ലെങ്കിലും സത്യം ഇത് തന്നെയല്ലേ.